ഹലോ, ധനീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും പറ്റിയൊരു വെണ്ടയ്ക്ക മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കിലോനോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്. ഇനി നമ്മളിതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 3 തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ തക്കാളി നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ ആദ്യം ഞാനിവിടെ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് നല്ല ഇങ്ങനെ കുറുകിയിരിക്കുകയും ചെയ്യും. ഞാനിത് ആദ്യം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഒഴികെ ബാക്കി എല്ലാതും കൂടെ ഒരുമിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചതച്ചെടുക്കുന്നത്. ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കുന്നില്ല, ഇതെല്ലാം ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ കടായി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഒരു 2 സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക എല്ലാം കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. പൊതുവേ വെണ്ടയ്ക്ക ഏത് രീതിയിലുണ്ടാക്കിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് കാലത്ത് ഓഫീസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് കറിയായിട്ടൊക്കെ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയുടെയും ഉപ്പിൻ്റെയും കൂടിയുള്ള ആ ഒരു കളറാണ് കേട്ടോ ഇത് താഴെ കാണുന്നത് നമ്മുടെ കടായിക്ക് അടിയിൽ. അത് പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ജീരകം, ചെറിയ ജീരകം അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മസാലയാണ് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ആ വെണ്ടയ്ക്കയുടെ ആ കളറൊക്കെ ഈ സവാളയിൽ ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാറ്. ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതിന് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വെണ്ടയ്ക്കയുടെ ഒരു വറുത്ത മണമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മസാല കേട്ടോ. അപ്പോൾ കാലത്ത് ഈ ഒരു മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിനും കൂടെ പോകാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും. ഇനി ഇതിലേക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമ്മൾ 1 സ്പൂണോളം നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടുള്ളൂ. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സമയലാഭം കൂടിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതാ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. ടൊമാറ്റോ പ്യൂരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തക്കാളി അരച്ചെടുത്തതാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടി. ഇനി ഇതിനെയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയുടെ ഒരു പച്ചമണമുണ്ട്, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ട് നമ്മൾ തക്കാളിയും സവാളയൊക്കെ അരച്ചും ചതച്ചും എടുത്ത് ആ ഒരു മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണേ. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട്. അപ്പോൾ അതാ നന്നായിട്ട് ഇതാ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ ഒരു മസാല തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്രേ പണിയുള്ളൂ.
നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ, അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ ഉള്ളിലൊക്കെ നല്ലോണം ഈ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. നല്ല ടേസ്റ്റാണ് ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ കേട്ടോ. ഇനി ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. ഞാനൊരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മസാലകളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മസാലയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം. ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ തുറന്ന് നോക്കാം. ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഹോളായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ മസാല ഇങ്ങനെ പിടിച്ചിരിക്കും. ഉണ്ടെങ്കിൽ മാത്രം ഇത് ഓപ്ഷനിലാണ്. കുറച്ച് മാത്രം, ഒരു ചെറിയൊരു പിടി മാത്രം മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ നാടൻ രീതിയിലുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.